ഇതിൻ്റെ ഉള്ളിൽ പോർഷെ ടൈക്കാൻ കാസർഗോഡാണ് കേട്ടോ ഇത്. കാസർഗോഡ് ബാക്കൽ ഫോർട്ടിൽ പോർഷെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്തോ പ്രോഗ്രാം എന്താ കറക്റ്റ് അറിയില്ല. 5ഓളം പോർഷെ ഇവിടെ വന്നിട്ടുണ്ട് കാസർഗോഡ്. വണ്ടി ലോഡ് ചെയ്യാണ്, കൊച്ചിയിലേക്ക് തിരിച്ചു പോവാണെന്ന് പറഞ്ഞത്. പോർഷെ ടേക്കാൻ കണ്ട ഇതിൻ്റെ റേറ്റ് ഒന്ന് വെറുതെ നോക്കിയാൽ എക്സോറും 1.96 crore എക്സോറും റേറ്റാണ് കേട്ടോ. എന്താ ആ 2 കോടിൻ്റെ വണ്ടിയാണ് ഇവിടെ ഉള്ളത്. കാസർഗോഡ് ഒരു പോർഷെ ലോഡ് ചെയ്യുന്നു ലോറിയിൽ എന്ന് പറഞ്ഞ് തിരിച്ച് കൊച്ചിയിലോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് 4 പോർഷനെ നോട്ട് ചെയ്തില്ലേ, 2 പോർഷ പാർക്കിംഗ് ഉണ്ട്, 1 പോർഷതാ ഇതെവിടെ, 1 പോർഷതാ ആ വണ്ടിയിൽ. പോർഷെ പോയിട്ടാ ഇനി കാസർഗോഡ് പോർഷെ തപ്പിക്കൊണ്ടാരും വരണ്ട. 2 പോർഷെ പോയി കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 പോർഷെ കാസർഗോഡ് ഒരു സ്ഥലത്ത് പാർക്കിങ്ങിലുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ടൗണിൽ വെച്ചിട്ട് 4 പോർഷെ നോട്ട് ചെയ്തിരുന്നു. അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് രാത്രി റൂമിലെത്തിയിട്ട് നോക്കുമ്പോൾ 2 വീഡിയോ ഉണ്ട്, 2 വീഡിയോ മിസ്സിംഗ് ആണ്. രാത്രി സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. യെസ്, പോയിട്ടില്ല, കണ്ടത് ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത 4 പോർഷയിൽ 2 ഓൾറെഡി ഇന്നലെ രാത്രി കൊച്ചിക്ക് കൊണ്ടുപോയി, 2 ഇവിടെ പാർക്കിങ്ങിലുണ്ട്. ഒന്ന് ഒരു പോർഷെ മെക്കാനും പ്രത് പോർഷെ പനമേരയോ. ഇത് ലുക്കാണല്ലോ വണ്ടി. പോർഷെ മെക്കാൻ ഇങ്ങനത്തൊക്കെ എപ്പോഴാണ് എനിക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇത് അന്വേഷിച്ചപ്പോൾ കാസർഗോഡ് ബാക്കലിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായെന്ന് തോന്നുന്നു പോർഷന്റെ. അപ്പൊ അതിന് വേണ്ടി ഇറക്കി 5 പോർഷ മറ്റും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. 4 കണ്ടു. ഞാൻ ഇന്നലെ രാത്രി ആ വീഡിയോ മിസ്സായി ഭയങ്കര വിഷമിച്ചിരുന്നു. രാവിലെ നല്ല കുളിർമയായിട്ട് ഇന്നലെ രാത്രി ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്നോട് വണ്ടി എവിടെ ഉള്ളത് എന്നും ഇവിടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്കറിയില്ല. അപ്പോൾ 2 വണ്ടി കയറ്റിയിട്ടുണ്ട്, 2 വണ്ടി കാസർഗോഡ് ഉണ്ടോ നോക്കിക്കോന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ കൊച്ചിയിലെ എക്സ്ഷോറൂം പ്രൈസ്, ഇതിന്റെ പോർഷെ മെക്കാന്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് മെക്കാൻ ബേസിന് 1.16 crore ഈ വണ്ടിക്ക്. പിന്നെ നമുക്ക് ഇത് നോക്കാം, പോർഷെ പനമേര 2.17 crore. ഇതൊക്കെ എക്സ്ഷോറൂം പ്രൈസ് ആയിരിക്കട്ടെ കാണിക്കുന്നത്. എങ്ങനെയുണ്ട് ഇന്നലെ ഉണ്ടായ വണ്ടികൾ ഏതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പോർഷെ കയന്നെ ഉണ്ടായിരുന്നു, കയന്നെയാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ. പോർഷെ മെക്കാൻ ഉണ്ടായിരുന്നു, പനമേര ഇതാണ് ടൈക്കാൻ. യെസ്, ടൈക്കാനും ഇന്നലെ രാത്രി കയറ്റി. ടൈക്കാന് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഏതായാലും പോർഷൻ്റെ വണ്ടികളൊക്കെ ഒന്നിച്ച് കാണുന്ന ആദ്യമായിട്ടാണ്. കുറച്ചൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ട് ഒറ്റ ഫ്രെയിമിൽ 2 ഒന്നിച്ചിട്ടു. 2 ദൂരെ അതിൻ്റെ ആയിട്ട് XUV 500 ഉണ്ട്. എല്ലാം നല്ലതിന് എന്ന് പറയുന്നില്ലേ, അത് വെറുതെ ഒന്നല്ല. ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി എന്ന് പറഞ്ഞില്ലേ, വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ രാത്രിയുള്ള വീഡിയോ തന്നെ വെച്ച് അതെന്നെ സെറ്റ് ചെയ്ത് ഞാൻ സമാധാനിക്കട്ടെ. പക്ഷെ അതില്ലാത്തതുകൊണ്ടില്ല, എനിക്ക് ഇന്നലെ രാത്രി കണ്ട സ്പോട്ടിലേക്ക് വെറുതെ വന്ന് നോക്കിയതാണ്, കിട്ടിയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ കിട്ടി. ഇന്നലെ രാത്രി ഒരു 10-10:30 മണിയായതുകൊണ്ട് ഫുൾ ഇരുട്ടായിരുന്നു. ഇവിടെ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ടോർച്ച് അടിച്ചിട്ടൊക്കെയാണ് ശരിക്കും വണ്ടി ഒന്ന് കണ്ടത്. നല്ല സൂര്യപ്രകാശമുണ്ട്, നല്ല വെളിച്ചമുണ്ട്, നല്ല ഫ്രീ ആയിട്ട് സമാധാനത്തിലെ വെളിച്ചത്തിലെ കണ്ട്. ഇവിടെ മെക്കാൻ കിടക്കുന്നുണ്ട്, അവിടെ പനമേരയും കിടക്കുന്നുണ്ട്. അതെല്ലാം നല്ലതെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ നല്ലത് വരാനുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ പോർഷെ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാൻ പറ്റണല്ലേ, എല്ലാവരും ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ബൈ പോർഷെ ഫാമിലി.